ഇന്നലെ മുതൽ ഒരിരുത്ത് ഇരിക്കുകയാണ് നമ്മുടെ നൂറ. ആഹാരം കഴിക്കുന്നുണ്ടോ, കുളിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ? ഇത് കണ്ടിട്ട് എനിക്കൊരു പാട്ട് ഓർമ്മ വരികയാണ് സുഹൃത്തുക്കളെ. ആ ഏകാന്തതയുടെ അപാര തീരം എന്ന് പറഞ്ഞുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട് ഓർമ്മ വരികയാണ്. നൂറ ആദിലെ ആ വീട്ടിലുണ്ടെങ്കിൽ നൂറ അവിടെ എവിടെയെങ്കിലും കിടന്ന് ചടഞ്ഞുകൂടി ഉറങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നൂറ ഇരുന്ന് സംസാരിക്കും. കാരണം അതിലെ നൂറയുടെ അടുത്തെങ്ങും അല്ല ഇരിക്കുന്നത്. അതിലെ എപ്പോൾ നോക്കിയാലും വേറുള്ള ആൾക്കാരുമായിട്ടിരുന്ന് ചേർന്ന് ആരെയൊക്കെ എന്തൊക്കെ പറയാമെന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റഡിയിലിരിക്കുകയായിരിക്കും. പിന്നെ അനുമോൾക്കിട്ട് എപ്പോൾ താങ്ങാം, എന്തൊക്കെ കൊടുക്കുക എന്നുള്ള ചിന്തയിൽ മാത്രം ഇരിക്കുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ ഇന്നലെ എവിക്റ്റായി ആദിലെ പോയ സമയം മുതൽ അവിടെ ഇവരുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അനുമോൾ പോലും അല്ല, ശൈത്യമാണെന്ന് പറഞ്ഞിരുന്നവരാണ് ആദിലെ നൂറ്. ഇപ്പം ഈ റീ എൻട്രി ഉണ്ടായ സമയത്ത് അത് എടുത്തെടുത്ത് ഇവരിങ്ങനെ പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ശൈത്യയെ പോലും എന്താ നൂറയ്ക്ക് വേണ്ടേ? നൂറ അങ്ങോട്ട് പോയില്ലെങ്കിൽ വേണ്ട, ശൈത്യം എന്തുകൊണ്ട് നൂറയുടെ അടുത്തോട്ട് വരുന്നില്ല? അവരെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം നൂറ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഇട്ടേക്കുന്നത്? നൂറ ഇന്നലെ മുതൽ ഈ മൈജി കോർണർ വിട്ടിട്ടില്ല. ആ അങ്ങോട്ട് നോക്കി ആ ഇരിക്കുന്ന ഇരുത്ത കണ്ടു കഴിഞ്ഞാൽ അത് ബീച്ചായിരുന്നെങ്കിൽ നമുക്കില്ല മറ്റേ പാട്ട് പാടായിരുന്നു. ആരുടെയാ? മധുവിൻ്റെ. ആ മാനസമൈനെ പാട്ടുമൊക്കെ പാടി നൂറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാർഡനായി പോയി. അത് ബീച്ച് സൈഡ് വല്ലതും ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. അതെങ്കിലും നൂറ ചെയ്തുകൊണ്ടിരുന്നതിന്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറയുന്ന കണക്ക് ഇതൊക്കെ കണ്ടാൽ എങ്ങനെ പറയാതിരിക്കും സുഹൃത്തുക്കളെ.